പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. തിരുവചനം ഒരിക്കലും നമ്മോട് പറയുന്നില്ല നമ്മൾ ജീവിക്കുന്ന ജീവിതം പെയിൻ ആൻഡ് സഫറിങ് ഇല്ലാത്ത ജീവിതമാണെന്ന്. അതിനു പകരം അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. നാം വേദനയും കഷ്ടതയുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എല്ലാ കഷ്ടതയുടെയും മധ്യത്തിൽ നമ്മുടെ വിശ്വാസം നമുക്ക് ഗുണമായി നിൽക്കും. നമ്മെ ചിലത് പഠിപ്പിക്കുകയും നമുക്കതുമൂലം മറ്റു ചിലരെ എൻകറേജ് ചെയ്യാനും പറ്റും. ഈ കഷ്ടതയിൽ നമുക്ക് ചാരുവാൻ ഒരാളുണ്ട്, അത് നമ്മുടെ ദൈവമാണെന്ന്. അവർ ഹോപ്പ് എൻകറേജസ് അതേഴ്സ് ടു റിമെയിൻ ഹോപ്പ്ഫുൾ. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് സഭാപ്രസംഗി 3:11, എക്ലീസിയാസ്റ്റിക്സ് ചാപ്റ്റർ 3 വേഴ്സ് 11. അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. നാളുകളായിട്ട് മനുഷ്യർക്കെല്ലാം കഷ്ടതയെക്കുറിച്ച് ചില ചോദ്യങ്ങളുണ്ട്. തിയോളജിയൻസ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഫിലോസഫേഴ്സും ശ്രമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യരുടെ ഇടയിൽ ഈ ക്വസ്റ്റ്യൻ, അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്നതെന്നുള്ള ആ ചോദ്യം പ്രിവലൻ്റായിട്ട് ഇരിക്കുന്നത്? മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ കഴിവില്ലായ്മയായിരിക്കും ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ ഉള്ള ചില സഫറിങ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരിക, നമുക്ക് കഴിയാതെ പോവുക. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയാം, സഫറിങ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ഗോഡ്സ് ഒറിജിനൽ ക്രിയേറ്റഡ് ഓർഡർ. ഇറ്റ് വാസ് നെവർ മെൻ ടു ബി എ പാർട്ട് ഓഫ് ലൈഫ്. നമ്മെ സൃഷ്ടിച്ച സമയത്ത് ഈ കഷ്ടത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കുമെന്ന് ഒരിക്കലും ദൈവം ആഗ്രഹിച്ചതല്ല. ഞാൻ പറയട്ടെ, നമ്മുടെ എത്ര ബെസ്റ്റ് എഫേർട്ട് ഇട്ടാലും നമുക്ക് ഈ കഷ്ടതയിൽ സന്തോഷിപ്പാൻ ഒരു പരിധി വരെയൊക്കെ കഴിയത്തുള്ളൂ. അതും ദൈവത്തിൽ നാം എത്രത്തോളം ആശ്രയം വെക്കുമോ അത്രത്തോളം ആശ്വാസം നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് നിത്യതയ്ക്കായിട്ടാണ്, നിത്യത അവകാശമാക്കുവാനായിട്ടാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടി ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ച് കളയും. പ്രൈസ് ഗോഡ്, സ്തോത്രം. ഒരിക്കൽ ഒരു ദൈവദാസൻ ഇറ്റേണൽ പെർസ്പെക്റ്റീവ്, നിത്യതയെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടിനെക്കുറിച്ച് ഒരു കൺസെപ്റ്റ് ഇലിസ്ട്രേറ്റ് ചെയ്യാൻ കൊണ്ടമിടയായി. താൻ ഒരു കെട്ട് വൂള്, കമ്പിളി നൂലുകൾ തൻ്റെ ബാഗിൽ നിന്ന് വലിച്ചെടുത്തു. എന്നിട്ട് താനത് നിലത്തേക്കിട്ടു. എന്നിട്ട് അതിൻ്റെ ഒരു എൻഡേൽ താൻ പിടിച്ചു. 2 വിരലിൻ്റെ ഇടയിൽ താൻ ഒരറ്റം ആ കമ്പിളി നൂലിൻ്റെ പിടിച്ചു. എന്നിട്ട് പറയുവാണ്, ഈ കൊച്ചു മില്ലിമീറ്റർ ഉണ്ടല്ലോ, ഈ 50 മീറ്റർ നീളമുള്ള വൂളിൻ്റെ ഈ അറ്റത്ത് ഞാൻ പിടിച്ചിരിക്കുന്ന ഈ മില്ലിമീറ്റർ ഉണ്ടല്ലോ, ഇതാണ് ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതത്തെ കാണിക്കുന്നത്.
ബാക്കി കാണുന്ന നീളം മുഴുവൻ ഇനി എന്താണ് നമ്മുടെ ജീവിതത്തിൽ വരാനുള്ളത് എന്നുള്ളതാണ്. അതായത് ഒന്ന് ഓർത്ത് നോക്കിക്കേ, 50 മീറ്റർ നീളമുള്ള കമ്പിളിയുടെ ഒരു നൂലിൻ്റെ ഒരറ്റത്ത് പിടിച്ചേച്ച് പറയുക, ഈ അറ്റത്ത് പിടിച്ചിരിക്കുന്ന അത്രയും നീളമാണ് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം. എന്നാൽ വരുവാനുള്ളതിൻ്റെ നീളമൊന്ന് ഓർത്തേ. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് പെർസ്പെക്റ്റീവ്. തൻ്റെ കാഴ്ചപ്പാടാണ് നിത്യതയെക്കുറിച്ചുള്ള. ദൈവമക്കളെ, വേദന വരും, കഷ്ടത വരും. അങ്ങനെയുള്ളവർ അത് അനുഭവിക്കുന്നവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുവാൻ കുഞ്ഞെ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, പ്രത്യാശയെക്കുറിച്ചുള്ളൊരു ഗിഫ്റ്റ് നമുക്ക് ബൈബിളിലെല്ലാം ഉടനീളം ദൈവം വെച്ചിട്ടുണ്ട്. ആ പ്രത്യാശയിൽ, ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ മുറുകെ പിടിച്ചുകൊണ്ടൊന്ന് നിൽപ്പാൻ തക്കവണ്ണം നിനക്ക് കഴിയുമോ? കഴിയണം. വെളിപ്പാട് പുസ്തകം അങ്ങനെയാണ് പറയുന്നത്. കണ്ണുനീരെല്ലാം മാറുന്ന ഒരു ദിവസമുണ്ട്. അതാണ് നമ്മുടെ നിത്യത. എബ്രായ ലേഖനം 13:5 ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. എത്ര വലിയൊരു അഷ്വറൻസാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയുടെ പ്രിയപ്പെട്ടവന് ക്യാൻസറിനാൽ വളരെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉള്ളപ്പോൾ ആ ദേവദാസിയുമായി സംസാരിച്ചപ്പോൾ തൻ്റെ ഭയവും തൻ്റെ ഗ്രീഫും എല്ലാം കൂടെ താൻ എൻ്റെ മുമ്പിലേക്ക് ചൊരിഞ്ഞു. എന്നോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന്. താൻ പറയുക, ഞങ്ങൾ ഒത്തിരി ദൈവത്തെ സ്നേഹിക്കുന്നവരാ, പൂർണ്ണ ഹൃദയത്തോടെ അവനെ സേവിച്ചു വരികയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് എനിക്കിതിൽ കൂടെ ഇപ്പോൾ കടന്നു പോകേണ്ടി വന്നതെന്ന്. ഞാൻ പറയട്ടെ, ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാൻ എന്ത് മറുപടി ഇവരോട് പറയും? ഒന്നും പറയാനില്ലാത്ത പോലെ എനിക്കങ്ങ് തോന്നിപ്പോയി. ദൈവമക്കളെ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലും ചില സമയത്ത് നമുക്ക് പറയുവാൻ ഒരു വാക്കും കിട്ടാതെ പോവും, ഒരു ഉത്തരവും കിട്ടാതെ പോവും ചില ചോദ്യങ്ങളുടെ മുമ്പിൽ. എന്നാൽ തിരുവചനം നമ്മോട് പറഞ്ഞിട്ടില്ല, നമ്മുടെ ദൈവത്തിന് തെറ്റു പറ്റത്തില്ല. അത്ഭുതകരമായ രോസമൊക്കെ നമ്മുടെ ദൈവത്തിൻ്റെ പക്കലുണ്ട്. സ്നേഹിക്കുന്നവരെ ഓർത്ത് ഇതുപോലെ വേദനിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ അനുവദിക്കുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ട് പറയാം. എബ്രായർ 13:5 പറയുന്നത് പോലെ നമ്മുടെ വേദനയിലും ദൈവം നമ്മോടുകൂടി ഇരിക്കും. അവനൊരു നാളും നമ്മളെ കൈവിടത്തില്ല, നമ്മെ ഉപേക്ഷിക്കത്തുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവർക്കൊരു ദുഃഖമുള്ള ദിവസം ജീവിതത്തിൽ വരുമ്പോൾ അവർ നമ്മളോട് അത് വന്ന് ഷെയർ ചെയ്യുമ്പോൾ നമ്മളത് ഫിക്സ് ചെയ്ത് അവർക്ക് കൊടുക്കാറില്ലേ? അവരെ ആശ്വസിപ്പിക്കാറില്ലേ? ഒന്നും വേണ്ട, നാം അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ മതി. അല്ല, നമ്മുടെ സാന്നിധ്യം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കും. അവരോടുള്ള നമ്മുടെ സ്നേഹം അവർക്ക് വലിയ ആശ്വാസവും തണുപ്പുമായിരിക്കും. അപ്പോൾ ആ സഹോദരിയുമായിട്ട് ഫോണിൽ കൂടെ തൻ്റെ അപ്കമിങ് അപ്പോയിൻമെൻറ്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വലിയൊരു ഉറപ്പ് കിട്ടി. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ മനസ്സിൽ എനിക്ക് കിട്ടിയ ഉറപ്പ്, ആ സമയം ദൈവം അവളുടെ കരങ്ങളെ പിടിച്ചിട്ടുണ്ട്. അവൻ്റെ കരം അവൻ അവളുടെ ചുറ്റുമിട്ട് അവളെ പിടിച്ചിരിക്കുക. ആ ഒരു ഉറപ്പ് ഞാൻ അവളുമായി ഷെയർ ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായി. ദൈവമക്കളെ, ഹി ഈസ് വിത്ത് യു.
ദൈവം നിന്നോട് കൂടെയുണ്ട്. ആസ്ക് ഹിം ടു സ്റ്റാൻഡ് വിത്ത് യു, ടു ഹഗ് യു. നിന്നെ വാരി പുണർന്നുകൊണ്ട് അവൻ നിൽക്കുവാൻ തക്കണം അവനെ ഒന്ന് അനുവദിച്ചു കൊടുക്കുക. നിനക്ക് ആശ്വാസം ലഭിക്കും. നിൻ്റെ പെയിൻ ആൻഡ് സഫറിങ്സ് കുറയും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ സമയം വരെ നീ ഞങ്ങളെ പരിപാലിക്കുന്നതിൻ്റെ വലിയ സ്നേഹത്തിനായി കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങൾ നിത്യത വരെയും നിന്നിൽ വിശ്വസിച്ച് നിന്നിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.